പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന ഭയാനകമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ പ്രതിരോധ സ്ഥാനങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്കയും ശക്തമായ തിരിച്ചടിയാണ് നൽകുന്നത്. യുദ്ധസമാനമായ ഈ അന്തരീക്ഷം പശ്ചിമേഷ്യയെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകം. കുവൈറ്റിലെ 3 പ്രധാന US സൈനിക താവളങ്ങൾക്ക് നേരെ തങ്ങൾ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ പരസ്യമായി അവകാശപ്പെട്ടു. അൽദോഹ, അൽസലൈം, ആരബ്ജാൻ എന്നീ തന്ത്രപ്രധാനമായ അമേരിക്കൻ താവളങ്ങളാണ് ഇറാന്റെ ലക്ഷ്യമായത്. മേഖലയിലെ അമേരിക്കൻ സൈനിക വിന്യാസത്തിനും ഏകോപനത്തിനും നിർണായക പങ്കുവഹിക്കുന്ന കേന്ദ്രങ്ങളാണിവ. ഇത്തരം ആക്രമണങ്ങൾ തുടരുമ്പോൾ തന്നെ അമേരിക്ക തങ്ങളുടെ തന്ത്രപ്രധാന മേഖലകളെ ലക്ഷ്യമിട്ടെന്ന ഗുരുതര ആരോപണവും ഇറാൻ ഉയർത്തുന്നുണ്ട്. ഇറാന്റെ ഏക സിവിലിയൻ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷഹറിന് നേരെ അമേരിക്കൻ വ്യോമാക്രമണം ഉണ്ടായെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തുന്നത് ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനു പുറമെ ഇറാഖ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതും തന്ത്രപ്രധാനവുമായ ഷലാൻജി മേഖലയിലും അമേരിക്കൻ ആക്രമണം നടത്തിയതായി ഇറാൻ സ്ഥിരീകരിച്ചു. അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക വിന്യാസങ്ങളും നിരീക്ഷണ കേന്ദ്രങ്ങളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ ഈ നീക്കം നടത്തിയത്. തുടർച്ചയായ ഈ ആക്രമണങ്ങൾ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ആരോപണങ്ങൾക്കിടയിൽ തങ്ങളുടെ സൈനിക നടപടികൾ കൂടുതൽ ശക്തമായി തുടരുകയാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തുടർച്ചയായ 12ാം രാത്രിയും ശക്തമായ ആക്രമണങ്ങൾ പൂർത്തിയാക്കിയതായി അമേരിക്കൻ സൈനിക വക്താക്കൾ വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണശേഷിയെ തകരാറിലാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, ഡ്രോൺ കമാൻഡ് സെന്ററുകൾ, അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അമേരിക്കൻ ആക്രമണം പ്രധാനമായും നടന്നത്. ഇറാന്റെ പ്രത്യാക്രമണ ശേഷിയെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ആകാശമാർഗമുള്ള ഈ വൻതോതിലുള്ള ആക്രമണങ്ങൾ. പല പ്രധാന ആയുധപ്പുരകളും തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. ഇരുപക്ഷവും തമ്മിലുള്ള ഈ പരസ്യമായ ഏറ്റുമുട്ടൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പൂർണ്ണമായും തകർന്നതിന്റെ തെളിവാണ്. പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം അതിവേഗം പടരുകയാണ്. ബാഹ്യശക്തികളുടെ ഇടപെടലും പരസ്പരമുള്ള ആക്രമണങ്ങളും മേഖലയെ പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന നിരീക്ഷണങ്ങൾ ശക്തമാണ്. കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണം ഗൾഫ് രാജ്യങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. സഖ്യരാഷ്ട്രങ്ങളുടെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നത് അയൽ രാജ്യങ്ങളുടെ സുരക്ഷയെയും സമാധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇത് ഗൾഫ് മേഖലയിലെ മറ്റ് സഖ്യരാഷ്ട്രങ്ങളെയും കരുതലെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇറാന്റെ സിവിലിയൻ ആണവ നിലയമായ ബുഷഹറിന് നേരെ ആക്രമണമുണ്ടായെന്ന വാർത്തകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആണവ വികിരണ ഭീഷണിയും പാരിസ്ഥിതിക നാശവും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരം നീക്കങ്ങൾ വലിയ വിപത്തിന് വഴിവെക്കും. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അടക്കമുള്ള സംവിധാനങ്ങൾ ഈ സംഭവ വികാസങ്ങളെ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾ തുടരുമ്പോഴും തങ്ങളുടെ പോരാട്ട വീര്യം ചോർന്നു പോയിട്ടില്ലെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് മറുപടി നൽകുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ സാങ്കേതിക വിദ്യയാണ് അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിടാൻ ഇറാൻ പ്രധാനമായും പ്രയോഗിക്കുന്നത്. ഇത് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു. മറുവശത്ത് തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും കൃത്യതയാർന്ന മിസൈലുകളും ഉപയോഗിച്ച് ഇറാന്റെ പ്രതിരോധ മേഖലയെ പൂർണ്ണമായും തകരാറിലാക്കാനാണ് US സെൻട്രൽ കമാൻഡ് ശ്രമിക്കുന്നത്. രാത്രികാലങ്ങളിൽ നടത്തുന്ന കനത്ത ബോംബാക്രമണങ്ങൾ ഇറാന്റെ സൈനിക തലച്ചോറുകളെ തന്നെ ലക്ഷ്യമിടുന്നു. തങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒന്നിനെ വെറുതെ വിടില്ലെന്ന സന്ദേശമാണ് വാഷിംഗ്ടൺ നൽകുന്നത്. ഈ അടിയന്തര സാഹചര്യം ആഗോള എണ്ണ വിപണിയെയും വ്യോമ സമുദ്ര ഗതാഗതത്തെയും ഗുരുതരമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പേർഷ്യൻ ഉൾക്കടലിലും സമീപ സമുദ്രപാതകളിലും ആക്രമണ ഭീഷണി ഉയർന്നതോടെ ചരക്ക് കപ്പലുകൾ റൂട്ട് മാറ്റാൻ നിർബന്ധിതരാകുന്നു. ഇത് ഇന്ധന വില വർധനവിനും ആഗോളതലത്തിൽ പണപ്പെരുപ്പത്തിനും വഴിവെക്കും. ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാഷ്ട്രങ്ങളും അടിയന്തരമായി ഇടപെട്ട് യുദ്ധം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും പിന്മാറാൻ തയ്യാറായിട്ടില്ല. ചർച്ചകൾക്ക് പകരം സൈനിക ശക്തി പ്രകടിപ്പിച്ച് മേൽക്കോയ്മ നേടാനാണ് അമേരിക്കയും ഇറാനും ശ്രമിക്കുന്നത്. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. രണ്ട് പ്രബല ശക്തികൾ തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി മാത്രം കാണാൻ കഴിയില്ല. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിച്ചുകൊണ്ട് വൻ ശക്തികൾ ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന ഭയാനകമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണവും ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുന്ന തുടർച്ചയായ വ്യോമാക്രമണങ്ങളും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിൽ എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്രപരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ സംഘർഷം ആഗോളതലത്തിൽ ഒഴിവാക്കാനാവാത്ത കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും.